ഈ തിങ്കളാഴ്ച ഫെബ്രുവരി 2 തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി വരുന്ന സമയത്താണ് നമ്മൾ 3 യാസീൻ ഓതേണ്ടത്. പിന്നെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ബറാഅത്ത് രാവിന്റെ അസറിന് ശേഷം ആണ് 3 യാസീൻ ഓതേണ്ടത്. അതായത് ഇനി വരുന്ന ഫെബ്രുവരി 2 തീയതി തിങ്കളാഴ്ച അസറിന് ശേഷം നമുക്ക് യാസീൻ 3 വേണമെങ്കിൽ ഓതാം. അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം വരുന്ന ഫെബ്രുവരി 2 തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതലാണ്. 3 യാസീൻ ഓതുമ്പോൾ ഏതൊക്കെ നിയ്യത്താ വെക്കേണ്ടത്? ഒന്നാമത്തെ നിയ്യത്ത്, അല്ലാഹുവേ എന്റെ റിസ്ക്കിൽ നീ വിശാലത തരണം. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ വെള്ളം, എന്റെ ഭക്ഷണം, എന്റെ വസ്ത്രം, എന്റെ കച്ചവടം, എന്റെ വാഹനം, എന്റെ വീട്, ഇതെല്ലാം എന്റെ റിസ്ക്കാണ്. എന്റെ ആരോഗ്യം, ഇതിലൊക്കെ നീ ബറക്കത്ത് തരണം. അങ്ങനെ ഒരു നിയ്യത്തിൽ ഒരു യാസീൻ ഓതുക. രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് എന്തിനാണ്? നമുക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടണം. വെറും ദീർഘായുസല്ല, ആരോഗ്യമുള്ള ദീർഘായുസ് കിട്ടണം. അതിനുവേണ്ടി ഒരു യാസീൻ. മൂന്നാമത്തെ നിയ്യത്ത്, നമ്മുടെ ആഖിബത്ത് നന്നാവണം, നമ്മുടെ അന്ത്യം നന്നാവണം. അതോടൊപ്പം തന്നെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരു യാസീൻ ഓതും. അപ്പൊ അങ്ങനെ 3 യാസീനാണ് നമ്മൾ ഓതാറുള്ളത്. അത് മഗ്‌രിബിന് ശേഷം ഓതൽ നല്ലതാണ്. അപ്പൊ ചോദിക്കും, ഉസ്താദെ ഈ മഗ്‌രിബിന്റെ ഇടയിൽ സമയം കുറവാണ്, അപ്പൊ ഈ 3 യാസീൻ നമുക്ക് മഗ്‌രിബിന്റെ ഇടയിൽ ഓതി തീർക്കാൻ പറ്റില്ല. രണ്ടാമത്തെ യാസീൻ പകുതിയായപ്പോൾ ഇശാബാങ്ക് വിളിച്ചു, എന്ത് ചെയ്യും? ഒരു കുഴപ്പമില്ല, ഇശാബാങ്ക് വിളിച്ചോട്ടെ, ഇശാബാങ്കിന്റെ ഇജാബത്ത് കൊടുക്കുക. ആ ഇശാബാങ്ക് വിളിച്ചതിന് ശേഷം നമ്മൾ ബാക്കി യാസീൻ പൂർത്തിയാക്കുക. അല്ലെങ്കിൽ ഇശാബാങ്ക് വിളിച്ചു, ഇശാബാങ്ക് വിളിച്ചതിന് ശേഷം ഇശായൊക്കെ നമസ്കരിച്ചിട്ട് ബാക്കി യാസീൻ ഓതാനുണ്ടെങ്കിൽ ഓതി തീർക്കുക. അങ്ങനെ ഓതിയാൽ മതി. അപ്പൊ അസറിന് ശേഷം വേണമെങ്കിൽ ഓതാം, അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷവും ഓതാം, കുഴപ്പമില്ല.